നമസ്കാരം. മലയാളി വാർത്ത ഇൻഡപ്തിലേക്ക് സ്വാഗതം. മാനസിക അസ്വാസ്ഥ്യമുള്ള അമ്മ, അച്ഛനും അമ്മയും തമ്മിൽ നിരന്തരം വഴക്കിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകുന്ന അമ്മ, അരക്ഷിതാവസ്ഥയിൽ വളർന്ന ഒരു പിഞ്ചു ബാലിക. ആ വീട്ടിലെ ചെറിയച്ഛന് കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിയോട് തൻ്റെ ലൈംഗിക വൈകൃതങ്ങൾ തീർക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നു അയാൾക്ക് ആ വീട്ടിലുണ്ടായിരുന്നത്. അത് അയാൾ ചെയ്തു. പോരാത്തതിന് ആ കുഞ്ഞിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾക്ക് കള്ളക്കരച്ചിലുമായി അയാൾ കളം നിറഞ്ഞു നിൽക്കുകയും ചെയ്തു. ആ കുഞ്ഞിൻ്റെ ചേതനയേറ്റ ശരീരത്തിന് മുന്നിൽ എങ്ങനെ അയാൾക്ക് നിൽക്കാൻ സാധിച്ചു എന്നാണ് ഏവരും ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം. സംസ്കാര ചടങ്ങുകൾ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു ഇയാളെന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. കുട്ടിയെ ഏറ്റവും ഒടുവിൽ ബലാത്സംഗം ചെയ്തത് തിങ്കളാഴ്ച രാവിലെയാണ് എന്നാണ് ബന്ധുവിൻ്റെ മൊഴി. അതായത് അന്നേ ദിവസം രാത്രിയാണ് കുട്ടിയെ അമ്മ പാലത്തിൽ നിന്ന് ചാലക്കുടി പുഴയിലേക്ക് എറിഞ്ഞു കൊന്നത്. പുലർച്ചെയാണ് കുട്ടിയുടെ മൃതദേഹം പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. നേരത്തെ പ്രതി ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയാണെന്ന് പോലീസിന് സംശയമുണ്ട്. പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രതി കുറ്റം സമ്മതിച്ചില്ല. തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തപ്പോൾ അബദ്ധം പറ്റി എന്നായിരുന്നു പ്രതിയുടെ കുറ്റസമ്മതം. കുട്ടി ക്രൂര ബലാത്സംഗത്തിനിരയായി എന്നാണ് കണ്ടെത്തൽ. കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സഹോദരനെയാണ് പോക്സോ കുറ്റം ചുമത്തി പുത്തൻകുരിശ് പോലീസ് പിടികൂടിയത്. കുഞ്ഞുമായുള്ള അടുപ്പം മുതലെടുത്ത് വീട്ടിൽ നിരന്തരം ചൂഷണം ചെയ്തതായി പ്രതി സമ്മതിക്കുകയും ചെയ്തു. എന്തായാലും എല്ലാവരെയും നടുക്കുന്ന അല്ലെങ്കിൽ പല അമ്മമാരുടെയും ഹൃദയത്തെ നുറുക്കുന്ന ഒരു വാർത്തയാണിത്. അക്ഷരാർത്ഥത്തിൽ ഈ ഒരു സംഭവം അത് വളരെയധികം വേദനാജനകമായി മാറിയിരിക്കുകയാണ്. ആ പിഞ്ചു ബാലിക നേരിട്ട ക്രൂരതയും ഒടുവിൽ അമ്മയുടെ കൈകൊണ്ട് കൊല്ലപ്പെടുകയും ചെയ്തത് തീർച്ചയായിട്ടും നമുക്ക് സമീപകാലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദയനീയമായ അല്ലെങ്കിൽ ഏറ്റവും മൃഗീയമായ ഒരു വാർത്തയായി ഇത് മാറിയിരിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ജു പാർവതി പ്രബീഷ് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ്. വളരെ ശ്രദ്ധേയമാകുന്നു. ആ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം കൂടി നമുക്ക് നോക്കാം. ഒന്നും പറയാനില്ല, ബാലശാപം കൊണ്ട് നശിച്ച് വെണ്ണീറായി പോകും ഈ നാട്. പിഞ്ചുമേനികളിൽ കാമം തിരയുന്ന ദുഷ്ടരക്ഷസുകൾക്കിടയിൽ നിന്ന് കുഞ്ഞുങ്ങളെ എവിടെ ഒളിപ്പിക്കാനാണ് അറിയില്ല ഈശ്വര. ചിന്തയിലും പ്രവൃത്തിയിലും കാപട്യം മാത്രം പേറുന്ന മനുഷ്യർക്കിടയിൽ നിന്ന് നല്ലവരാര് കെട്ടവരാരെന്ന് എങ്ങനെ തിരിച്ചറിയാനാണ്? ആ കുഞ്ഞ് ദേഹി കൊണ്ടുവന്നപ്പോൾ പൊട്ടിപ്പൊട്ടിക്കരഞ്ഞ സംസ്കാരവേളയിൽ ആർത്തലച്ച ചുംബനങ്ങൾ കൊണ്ട് ആ തണുത്ത മേനിയെ പൊതിഞ്ഞ ആണുങ്ങളെ കണ്ട് കൂടെ കരഞ്ഞു പോയിരുന്നു ഞാനും. അത്രയ്ക്ക് സ്നേഹം നൽകുന്ന വീട്ടിൽ ആ കുഞ്ഞ് സുരക്ഷിതമായിരുന്നു എന്ന് കരുതിയത് എൻ്റെ പിഴവ്. അല്ലെങ്കിലും ഇന്നിൻ്റെ ഈ കെട്ടകാലത്ത് കൺമുന്നിൽ കാണുന്നത് പലതും സത്യമല്ല, വെറും കൺകെട്ട് മാത്രമാണെന്ന് തിരിച്ചറിവില്ലാതെ പോയത് എൻ്റെ തെറ്റ്. സത്യത്തിൽ ആ വീട്ടിൽ ആ പൊന്നുമോൾ ഓരോ നിമിഷവും നരകയാതന അനുഭവിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിയാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വേണ്ടി വന്നു. കേൾക്കുന്ന വാർത്ത സത്യമെങ്കിൽ സംരക്ഷണം നൽകേണ്ട രക്തബന്ധങ്ങളിൽ നിന്ന് അവൾ നേരിട്ടത് കൊടിയ പീഡനം, അതും 2 വയസ്സ് മുതൽക്കേ. ഓർത്തിട്ട് തല പെരുക്കുന്നു. നിയമം നോക്കുകുത്തിയാകുന്ന വ്യവസ്ഥിതിയിൽ ഇതും ഇതിനപ്പുറവും ഇനി നടക്കും. ബാലപീഡകരെ ജയിലിൽ നിന്ന് പറയുന്ന റിസോർട്ടിൽ ഇട്ട് തീറ്റിപ്പോറ്റി നെയ് മുറ്റിച്ച് നിയമത്തിൻ്റെ ലൂപ്പ് ഹോളിലൂടെ പുറത്തേക്ക് വിടും. അവന്മാർ വീണ്ടും അടുത്ത ഇരയെ തേടും. സെക്ഷൽ പ്രഡേറ്റേഴ്സിന് വൻ സ്വീകരണം നൽകുന്ന മഞ്ചുമിഠായി കൊടുത്ത് 10 വയസ്സുകാരിയെ കാമിക്കണമെന്ന് പറയുന്നവനെ ലവ് വാട്ട് യു ആർ എന്ന് പ്രോത്സാഹനം നൽകുന്ന ഇടങ്ങളിൽ നിന്ന് എന്ത് മൂല്യബോധം ഉണ്ടാവാനാണ്? ഒരു മാസത്തിനിടവേളയ്ക്കിടെ 2 പിഞ്ചുമേനികൾ വാളയാറിൽ തൂങ്ങി നിന്നാടിയത് സ്വന്തം വീട്ടിനകത്തായിരുന്നു. എന്നിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടിയോ? വണ്ടിപ്പെരിയാറിൽ മനുഷ്യനാവണമെന്ന് ഏറ്റുപാടിക്കൊണ്ടിരുന്നവൻ 3 കൊല്ലത്തോളമാണ് ആത്മവിശ്വാസത്തോടെ ഇളം മേനിയെ കൊത്തിപ്പറിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് അവനെ ഹോട്ട് സീറ്റിൽ കൊണ്ടിരുത്തി വെളുപ്പിച്ച ഒരു ചാനലും ഒരു ജേർണലിസ്റ്റും. അങ്ങനെ എത്ര സംഭവങ്ങൾ. 1.5 വയസ്സുള്ള കുഞ്ഞിനെ സ്വന്തം കിണറ്റിലെറിഞ്ഞിട്ട് ഇല്ലാക്കഥ പാടി നടന്ന വീട്ടുകാരെ ബാലരാമപുരത്ത് കണ്ടത് ഈ വർഷമാണ്. എന്നിട്ട് അതേക്കുറിച്ച് എന്തെങ്കിലും വ്യക്തത വന്നുവോ? അവിടെയും കണ്ടു നോവിൻ്റെ ചെറുകണിക പോലും ഇല്ലാത്ത ഒരു അമ്മയെ. ആലുവയിലും കണ്ടു മറ്റൊരമ്മയെ. ഈ ലോകത്തെ ഏറ്റവും നിഷ്കളങ്കരും ദുർബലരുമായവർ കുഞ്ഞുങ്ങളാണ്. അവർക്ക് സംരക്ഷണവും കരുതലും സ്നേഹവും കൊടുക്കാൻ ആവതില്ലെങ്കിൽ അവരെ ജനിപ്പിക്കാൻ നിൽക്കരുത്. അതേപോലെ കേരള പോലീസിനോടാണ്. 3-ാം മുറ പുറത്തെടുക്കേണ്ടത് നിരപരാധികളോടും രാഷ്ട്രീയ വൈരം തോന്നുന്നവരോടുമല്ല, ഇവനെ പോലുള്ള ഭൂമിക്ക് ഭാരമായ നികൃഷ്ടരോടാണ്. മട്ടൻ തിന്ന് മുറ്റാൻ ഇട നൽകാതെ ഇഞ്ചിഞ്ചായി വേദനിപ്പിച്ച് നരകയാതന എന്തെന്ന് അറിയിപ്പിക്കുക എന്ന് പറഞ്ഞാണ് അഞ്ജു പാർവതി പ്രബീഷ് ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. വളരെ ശ്രദ്ധേയമായ വളരെ കാലിക പ്രസക്തിയുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് അഞ്ജു പാർവതി പ്രബീഷ് പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം
അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ 3.5 വയസ്സുകാരി നേരിട്ടത് അതിക്രൂര പീഡനമെന്നാണ് വെളിപ്പെടുത്തലുകൾ പുറത്തുവരുന്നത്. സംഭവത്തിൽ കുട്ടിയുടെ പിതാവിന്റെ സഹോദരനെയാണ് പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തത്. കുട്ടിയുടെ മാതാപിതാക്കൾ തമ്മിൽ നിലനിന്നിരുന്ന സ്വരച്ചേർച്ചയില്ലായ്മ പലപ്പോഴും ഇവരുടെ കുടുംബജീവിതം താളം തെറ്റിച്ചിരുന്നു. മാതാപിതാക്കൾ തമ്മിൽ വഴക്കുണ്ടാകുന്നു, അമ്മ സ്വന്തം വീട്ടിലേക്ക് പോകുന്നു, പിന്നീട് അരക്ഷിതാവസ്ഥ വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്നു. ഒരിക്കൽ അമ്മ ഇരു കുട്ടികളെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. പിന്നാലെയാണ് അമ്മയ്ക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ടെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ശക്തമായത്. പിന്നീട് അമ്മ വീട്ടിലേക്ക് തിരികെ വന്നെങ്കിലും കാര്യങ്ങൾ അത്ര നന്നായല്ല മുന്നോട്ട് പോയത്. തീർച്ചയായിട്ടും ആ വീട്ടിൽ സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. കുട്ടി പീഡനത്തിന് ഇരയായതും അമ്മ കുട്ടിയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ ഒരു ചോദ്യത്തിനാണ് ഇനി ഉത്തരം കിട്ടേണ്ടത്. അമ്മയെ ചോദ്യം ചെയ്താൽ മാത്രമേ ഈ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഇപ്പോൾ കാക്കനാട് ജില്ലാ ജയിലിലാണ് അമ്മ ആയിരിക്കുന്നത്. കസ്റ്റഡിയിൽ കിട്ടി ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. കുട്ടിയെ കാണാതായി തിരച്ചിൽ നടത്തുന്ന സമയം സ്ഥലത്തെത്തിയ ഭർത്താവിനോട് തൻ്റെ കുഞ്ഞിനെ കൊന്നില്ലേ, ഇനി എന്നെയും കൊല്ലാനാണോ വന്നതെന്ന് കുട്ടിയുടെ അമ്മ ചോദിച്ചിരുന്നു. അത്തരത്തിലൊരു സംഭവം ഉണ്ടായി എന്നൊരു സൂചന കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിയെ കൊലപ്പെടുത്തിയതും പീഡനവുമായി ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിനായി ഫോൺ രേഖകളടക്കം വിശദമായി പരിശോധിക്കും. അതേസമയം കുഞ്ഞിന്റെ സംസ്കാരം പൂർത്തിയായ ആ ദിവസം മുതൽ തന്നെ അച്ഛൻ്റെ അടുത്ത ബന്ധുക്കളെ അടക്കം പോലീസ് ചോദ്യം ചെയ്തിരുന്നു. വീട്ടിലെ സ്ത്രീകളുടെ മൊഴി അടക്കം എടുത്തതാണ്. അടുത്ത ബന്ധുവിലേക്ക് സംശയങ്ങൾ നീളുന്നു എന്ന തരത്തിലായിരുന്നു പലരും മൊഴി നൽകിയത്. ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്ത് ഇയാളെ വിട്ടയച്ചു. അതായത് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന വ്യക്തിയെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ്. പിന്നീട് 2 ബന്ധുക്കൾക്കൊപ്പം വീണ്ടും വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്തു. മറ്റ് 2 ബന്ധുക്കളെയും വിട്ടയച്ചു. മൂന്നാമനെ പോലീസ് പിടിച്ചിരുത്തി ചോദ്യം ചെയ്തു. അങ്ങനെ തെളിവുകൾ ഓരോന്നായി നിരത്തി ചോദ്യം ചെയ്യലാണ് ഈ പ്രതി വീണത്. പ്രതി കുറ്റസമ്മതം നടത്തിയത്. തനിക്ക് കയ്യബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് പ്രതി പൊട്ടിക്കരയുകയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ. തീർച്ചയായിട്ടും ഈ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും പരിചരണം വേണ്ട രീതിയിൽ കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ്. കിട്ടിയിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു സംഭവ വികാസം ഉണ്ടാകുമായിരുന്നില്ലല്ലോ. എന്തായാലും പ്രതി ഇത് നല്ല രീതിയിൽ മുതലെടുക്കുകയും ചെയ്തു. ഇത്തരത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം. ബന്ധുക്കളോടായിരുന്നു കുഞ്ഞിന്റെ അടുപ്പമെന്ന് അമ്മ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് സർജന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുത്തൻകുരിശ്, ആലുവ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. തിങ്കളാഴ്ച വൈകിട്ടാണ് ഭർതൃവീടിന്റെ സമീപത്തുള്ള അങ്കണവാടിയിൽ നിന്ന് കുട്ടിയുമായി അമ്മ സ്വന്തം നാടായ ആലുവ കുറുമശ്ശേരിയിലേക്ക് പോയത്. വഴിക്ക് വെച്ച് കുട്ടിയെ മൂഴിക്കുളം പാലത്തിൽ നിന്ന് താഴേക്കിട്ട് കൊലപ്പെടുത്തുകയും ചെയ്തു. കുട്ടിയുമായി അന്ന് വൈകിട്ട് അമ്മ ആലുവ മണപ്പുറത്തും എത്തിയിരുന്നു. വൈകിട്ട് 7 മണിയോടെ തനിച്ച് വീട്ടിൽ വന്ന് കയറിയപ്പോൾ ആദ്യം എല്ലാവരും ചോദിച്ചു. പരസ്പര വിരുദ്ധ മറുപടി കിട്ടുന്നു. പിന്നീട് കുട്ടി എവിടെയെന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം കിട്ടാതായതോടെ പോലീസിൽ വിവരം അറിയിക്കുന്നു. പോലീസ് എത്തുന്നു, വിശദമായി ചോദ്യം ചെയ്യുന്നു. ഈ ചോദ്യം ചെയ്യലിനൊടുവിലാണ് താൻ കുട്ടിയെ ഇത്തരത്തിൽ പാലത്തിൽ നിന്ന് താഴേക്ക് ഇട്ടു എന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. പിന്നാലെ പോലീസ് എത്തുന്നു. സ്കൂബ ടീം അടക്കമുള്ളവർ വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നു. ഒടുവിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നു. സംസ്കാര ചടങ്ങുകളൊക്കെ പൂർത്തിയായി. പിന്നാലെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ നിർണായകമായി മാറിയത്. മുങ്ങി മരണമാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടെങ്കിൽ പോലും കുട്ടിയുടെ ദേഹത്ത് കണ്ട ചില പാടുകൾ, പ്രത്യേകിച്ച് രക്തപ്പാടുകൾ അടക്കം ഉണ്ടായിരുന്നു. ഈ പാടുകൾ ഡോക്ടർമാർക്ക് വലിയ രീതിയിൽ സംശയമുണ്ടാകുന്നു. തുടർന്ന് ഈ പാടുകൾ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അങ്ങനെ നടത്തിയ ഒരു പരിശോധന, അതിലാണ് കുട്ടി ഇത്തരത്തിൽ ലൈംഗികമായി ഉപയോഗിക്കപ്പെട്ടു എന്ന വെളിപ്പെടുത്തൽ വരുന്നത്. എന്തായാലും അത് ആര് ചെയ്തു എന്ന ചോദ്യം അത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് പ്രതിയെ കീഴടക്കി. എന്തായാലും വളരെ നിർണായകമായ സംഭവ വികാസങ്ങൾ, വേദനിപ്പിക്കുന്ന സംഭവ വികാസങ്ങളിൽ കൂടിയാണ് കടന്നുപോയത്. ഏറ്റവും വേദനാജനകമായ മറ്റൊരു കാര്യം, കുട്ടി മരിക്കുന്നതിന് തൊട്ട് മുൻപ് പോലും ലൈംഗിക പീഡനത്തിന് ഇരയായി എന്നതാണ് ഏറെ വേദനാജനകമായ കാര്യം. കുഞ്ഞിൻ്റെ ശരീരത്തിൽ അടക്കം രക്തപ്പാടുകൾ ഉണ്ടായിരുന്നു. പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയായി എന്നതടക്കമുള്ള കാര്യങ്ങളും പോസ്റ്റ്മോർട്ടം ഫോറൻസിക് സർജൻ്റെ മൊഴിയിലുണ്ട്. പോസ്റ്റ്മോർട്ടത്തിലെ ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകൾ അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. എന്തായാലും കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ കിട്ടിയ വിവരങ്ങൾ, മറ്റ് തെളിവുകൾ ഒക്കെ ശേഖരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.